गण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഭാരതം 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്, 77ാം വാർഷികം. ഈ 78 വർഷങ്ങളിൽ അല്ലെങ്കിൽ 77 വർഷങ്ങളിലെ ഇന്ത്യയുടെ പുരോഗതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ നാഴികക്കല്ലുകളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചതും ജീവിക്കുന്നതുമായ ഒത്തിരി പേരുടെ കഥകളാണ് സ്വാതന്ത്ര്യത്തിന് പുറകിൽ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് അതിനും വലിയ പ്രാധാന്യം അറിയിക്കുന്നതാണ്. 2047 ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറാനുള്ള പ്രയാണത്തിലാണ് നമ്മളുള്ളത്. അതിനുവേണ്ടി തന്നെ എല്ലാവിധ സഹകരണങ്ങളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഏത് സെക്ടറിലായി കഴിഞ്ഞാലും ഭാരതം ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ കർഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്ഡ് കൺട്രിയിലോട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കർഷകരുടെ സപ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഇൻപുട്ടുകളും നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി കർഷകർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇപ്പം കുറച്ച് മുമ്പേ ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തുകയുണ്ടായി, ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പം ഡെവലപ്മെന്റിനെ എങ്ങനെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. പല ഡെവലപ്മെന്റും നമ്മൾ കാണുന്നത് സയന്റിഫിക് ഡെവലപ്മെന്റ് തന്നെയാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സയന്റിഫിക് ഇൻവെൻഷനിലൂടെ തന്നെയാണ് ഡെവലപ്മെന്റ് വരുന്നത്. പക്ഷെ അത് ജനങ്ങളിലോട്ട് എത്തി അവർക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ മാത്രമേ അവരത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള നമ്മളെപ്പോഴും, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ളത്, ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽ റിസർച്ച് ആയിക്കഴിഞ്ഞാലും അപ്ലൈഡ് റിസർച്ച് ആയിക്കഴിഞ്ഞാലും there should be an application for your research which will benefit the entire community and society. ആ രീതിയിലുള്ള ഗവേഷണങ്ങൾ പല രീതിയിലും നമുക്ക് പിയേഴ്സും വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇന്ത്യ ഇപ്പോഴ് സയന്റിഫിക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വളരെ പുരോഗതി ആർജിച്ചിരിക്കുകയാണ്. കേരളം പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല ഇൻഡൈസസുകളിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എഡ്യൂക്കേഷനിലാവട്ടെ, പോവർട്ടി അലിവിയേഷനിലാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സെക്ടർ ആവട്ടെ, അങ്ങനെ എടുത്തു പറയാവുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 4ാമത്തെ വർഷവും നമ്മൾ കേരളം 1ാമതായി എത്തിയിരിക്കുകയാണ്. ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. വി ആർ ഷെയറിംഗ് വിത്ത് സംബഡി എൽസ്, ബട്ട് ദെൻ നമുക്ക് ആ ഒരു സ്ഥിതിയിൽ എത്താൻ പറ്റിയത് നമ്മുടെ ഒരു സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇവിടെ വളരെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതേസമയം നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ശാസ്ത്ര സാങ്കേതിക വികസനത്തിനായിട്ട് ഗവൺമെന്റ് ഇതുവരെ ഫണ്ടുകളൊന്നും ചുരുക്കിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാര്യം നമ്മളൊരു നോളജ് എക്കണോമി മിഷനോടുകൂടി സഞ്ചരിക്കുകയാണ്. അതിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെവലപ്മെന്റ് എപ്പോഴും എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും റിസർച്ചിലും അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് R&D സെക്ടറിലോട്ട് ആവശ്യത്തിനുള്ള പമ്പിംഗ് ഓഫ് മണി ഇപ്പോഴും നടക്കുന്നത്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാദോരാതെ സംസാരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ ടു ദ സിസ്റ്റം എന്തുമാത്രം ചെയ്യാമെന്ന് മാത്രം നമ്മൾ ആലോചിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക.
ഞാനിവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇതെൻ്റെ പ്രോബബ്ലി ദ ലാസ്റ്റ് സ്പീച്ച് ആസ് എൻ EVP in the Independence Day. Thank you very much for all your cooperation.